കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, നല്ല ക്രിസ്പിയായി, കോട്ടിംഗ് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല. അങ്ങനെ സൂപ്പർ കട്ട്ലറ്റാണ്. ഇത് വെജിറ്റേറിയൻസിന് പറ്റിയതാണ്, കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സോയ ചങ്ക്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കനും മട്ടനും ബീഫൊന്നും കഴിക്കാത്തവർക്ക് സോയ ചങ്ക്സ് കൊണ്ട് നല്ല അടിപൊളി കട്ട്ലറ്റ്. ഇതിൽ പിന്നെ നമ്മൾ പൊട്ടാറ്റോയ്ക്ക് പകരം ചേർത്തിരിക്കുന്നത് കൊള്ളിക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിന് പകരം കൊള്ളിക്കിഴങ്ങ്. അപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട്. അങ്ങനെ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ സോയ ചങ്ക്സ് നമ്മൾ ആദ്യം തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിരാൻ വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല കൂട്ടുണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്ത് അതും ഇതുപോലെ പൊടിയായിട്ട് അരിയുക. ഒരു വലിയ സബോള എടുത്ത് അതും പൊടിയായിട്ട് അരിയുക. അപ്പോൾ നമ്മൾ കൊള്ളിക്കിഴങ്ങാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ കൊള്ളിക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. കുറേ അങ്ങനെ ഒന്നും ചെയ്യണ്ട, വേഗം തന്നെ ആവും. പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ചോപ്പറിലാണെങ്കിൽ ചോപ്പറിൽ ചെയ്യുക, ഗ്രേറ്ററിലാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ വലുതായിട്ട് കിടക്കണ്ട, ചെറുതായിട്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കൊള്ളിക്കിഴങ്ങിൽ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്, അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. കൊള്ളിക്കിഴങ്ങിൽ ഉപ്പില്ലെങ്കിൽ ഇതിൽ രണ്ടിലും കൂടി ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഗരം മസാല ഞാൻ അപ്പം തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് കുരുമുളക് 1.5 ടീസ്പൂണും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് പൊടിച്ച് എടുത്ത് വെച്ചതാണ്. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളിതേ കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ കളഞ്ഞ സോയ ചങ്ക്സ് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതേ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച കൊള്ളിയാണ്. നന്നായിട്ട് വേവണം കൊള്ളി. അത് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കൊള്ളി ഉടച്ചതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്, സോയ ചങ്ക്സ്, ക്യാരറ്റ് ഒക്കെയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എല്ലാതും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. കൈ കൊണ്ട് ഉടയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ കോട്ടിങ്ങിനായിട്ട് നമ്മൾ മുട്ട എടുക്കണില്ല, എന്നാൽ ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ് അല്ലേ. അപ്പോൾ നമ്മളതിലേക്ക് മൈദ കുറച്ച് എടുത്തിട്ട് അതിങ്ങനെ ലൂസാക്കി വയ്ക്കുക, വെള്ളം ഒഴിച്ചിട്ട്. ഉപ്പൊന്നും ചേർക്കണ്ട ഈ മൈദയിൽ കേട്ടോ. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ഇതുപോലെ ഇത്ര ലൂസിൽ നമുക്കതൊന്ന് കോട്ടിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മൈദ. അപ്പോൾ അതേ നമ്മുടെ മാവൊക്കെ അതേ റെഡിയായി ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഇത് ഇത്തിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് എടുക്കില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം കൂടിയതൊക്കെ ശരിയാവും. ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് എല്ലാ ഉരുളകളും ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ ഓരോ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് ബ്രെഡ് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോട്ടിങ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഇതേ ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല പൊടി പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഷേപ്പാക്കി വെച്ച ഇതും എടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ മാവിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്യണം.
ചുറ്റും കവർ ചെയ്യുക. പിന്നെ അതിൻ്റെ അങ്ങനെ അതിൽ കൂടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡും കൂടെ നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതുപോലെ എടുത്ത് വെക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കിയാൽ മതി കേട്ടോ. ഞാനതെല്ലാതും വെച്ചത് കാണിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എണ്ണ നല്ല ചൂടാക്കുക. പിന്നെ കുറച്ചൊന്ന് കുറയ്ക്കുക. മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി കൂട്ടി വെച്ചോ, കുഴപ്പമില്ല. ഇത് വേഗം വെന്ത് കിട്ടും. കാരണം ഉള്ളിലുള്ളതൊക്കെ നമ്മൾ വെന്തതല്ലേ. പിന്നെ പുറത്തുള്ളതാണെങ്കിലോ ബ്രെഡ് ക്രംസ് ആണ്, അത് വെന്തിരിക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് ക്രിസ്പിയായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ തീ കുറച്ച് വെക്കരുത് കേട്ടോ. കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണ കുടിക്കും. ചെറിയ ബർണറാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇതൊരു 1-2 മിനിറ്റ് മതി. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ ആയി കിട്ടിക്കോളും. അതേ കണ്ടില്ലേ, നല്ല പൊട്ടാണ്ട് നമുക്ക് കിട്ടിയിട്ടായി കട്ട്ലറ്റ്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കില്ലേ എല്ലാതും. എന്നിട്ട് പിന്നെ അത് എണ്ണയിലിടുന്ന സമയത്ത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ആ ബ്രെഡ് ക്രംസ് നനവുള്ള കാരണം അതിലേക്ക് ഇങ്ങനെ അമർന്നിരുന്നോളും. അപ്പോൾ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ എല്ലാ കട്ട്ലറ്റും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. തീയൊന്നും ഞാൻ കുറച്ചൊന്നും വെച്ചില്ല കേട്ടോ, അതുപോലെ തന്നെ വെച്ചത്. മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി വെച്ചു. ഹൈ ഫ്ലെയിമിനേക്കാളും കുറഞ്ഞിട്ട് മീഡിയത്തിനേലും കുറച്ച് കൂട്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾ അടിപൊളി സോയ ചങ്ക്സ് കൊള്ളിക്കിഴങ്ങ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്. ബൈ.